ഹലോ. ഡിസംബർ 13 എന്നത് ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിൽ തന്നെ മറക്കാനാവാത്തൊരു ദിവസമാണ്. 2001 ഡിസംബർ 13-നാണ് 5 ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദികൾ ഇന്ത്യൻ പാർലമെന്റ് അറ്റാക്ക് ചെയ്തത്. ആ ഇൻസിഡന്റിന് 22 വർഷം തികയുന്ന ദിവസം തന്നെ മറ്റൊരു ഞെട്ടൽ കൂടി പാർലമെന്റിൽ സംഭവിച്ചിരിക്കുകയാണ്. 6 സാധാരണക്കാർ ഇന്ത്യൻ പാർലമെന്റിൽ അറ്റാക്ക് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഒരു നുഴഞ്ഞുകയറ്റം നടത്തിയിരിക്കുകയാണ്. അതിൽ 2 പേർ പാർലമെന്റിന്റെ നടുക്കളത്തിലേക്ക് ചാടിയിറങ്ങി യെല്ലോ സ്മോക്ക് കാനിസ്റ്റർ ഓപ്പൺ ചെയ്ത് സ്മോക്ക് പരത്തുകയും ചെയ്തു. അത് അപകടകാരിയായിട്ടുള്ള ഒരു എലമെന്റ് അല്ലാത്തത് കൊണ്ട് മാത്രം എം പിമാർ രക്ഷപ്പെട്ടു. അവരെ പിടിക്കാനും എം പിമാർ തന്നെ വേണ്ടിവന്നു എന്നതാണ് ഇവിടുത്തെ ചിന്താവിഷയം. സെക്യൂരിറ്റി സ്റ്റാഫിന് അവരെ കീഴ്പ്പെടുത്താൻ പറ്റിയില്ല. അതിനു മുമ്പ് തന്നെ എം പിമാർ കീഴ്പ്പെടുത്തുകയാണ് ചെയ്തത്. ആ എം പിമാർ ഒരു വലിയ അഭിനന്ദനം അർഹിക്കുന്നു. കാരണം അവരുടെ കയ്യിലുണ്ടായിരുന്ന മെറ്റീരിയൽ, അവരുടെ കയ്യിലുണ്ടായിരുന്ന വാതകം പോയിസണസോ ഡേഞ്ചറസോ ആയിരുന്നുവെങ്കിൽ ആ എം പിമാരുടെ ജീവന് തന്നെ ഹാനി ഉണ്ടാകുമായിരുന്നു. അപ്പോൾ നമുക്ക് 2023 ആക്രമണത്തിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുമ്പ് 2001 ഡിസംബർ 13 ഇന്ത്യൻ പാർലമെന്റിൽ നടന്ന അറ്റാക്കിനെ പറ്റി ഒന്ന് നോക്കാം. 2001 ഇന്ത്യൻ പാർലമെന്റ് അറ്റാക്കിന് 5 ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദികൾ ഇന്ത്യൻ ആഭ്യന്തര വകുപ്പിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച അംബാസിഡർ കാറ് പാർലമെന്റിന്റെ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അവർക്ക് വഴിതെറ്റിപ്പോയിട്ടോ മറ്റോ അവരുടെ വാഹനം വൈസ് പ്രസിഡന്റിന്റെ അകമ്പടി വാഹനത്തിൽ ഇടിക്കുകയും അതിനെ തുടർന്ന് അവർ പുറത്തിറങ്ങി ഫയറിംഗ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്തത്. ആ ആക്രമണത്തിൽ 6 ഡൽഹി പോലീസ് കോൺസ്റ്റബിൾസും 2 പാർലമെന്റ് സെക്യൂരിറ്റി പേഴ്സണൽസും 1 ഗാർഡനറും മരിച്ചു. പ്രാഥമികമായും പാർലമെന്റേറിയൻസിനെ വധിക്കുക, അന്നത്തെ BJP മന്ത്രിസഭയായിരുന്നു ഉണ്ടായിരുന്നത്, അതിലുള്ള മന്ത്രിമാരെ വധിക്കുക, തങ്ങളുടെ ശേഷിയും ശക്തിയും ഇന്ത്യ ഗവൺമെന്റിന് കാട്ടിക്കൊടുക്കുക, തങ്ങൾ എത്രത്തോളം ആക്രമണകാരികളാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള ലക്ഷ്യങ്ങളാണ് ജെയ്ഷെ മുഹമ്മദിന് ഉണ്ടായിരുന്നത് എന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ അന്നത്തെ US അംബാസിഡർ ടു പാകിസ്ഥാൻ വെൻഡി ചെമ്പർലൈൻ്റെയും ചില CIA ഓഫീസേഴ്സിൻ്റെ അഭിപ്രായ പ്രകാരം ഈ ആക്രമണം പാകിസ്ഥാനി ചാരസംഘടനയായ ISI ആണ് അപ്രൂവ് ചെയ്തത്. അങ്ങനെ ഈ ആക്രമണം, ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം ISI അപ്രൂവ് ചെയ്യാൻ ചില വ്യക്തമായ ഉദ്ദേശങ്ങൾ, വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എന്തിനായിരിക്കും ISI ഈ ആക്രമണം സംഘടിപ്പിച്ചത്? ഇന്ത്യയെ പ്രകോപിപ്പിക്കുക, ഇന്ത്യയെ കൊണ്ട് പാകിസ്ഥാന് നേർക്ക് സൈനിക നീക്കം നടത്തിക്കുക, ഇതായിരുന്നു അവരുടെ ലക്ഷ്യം. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നാം, അല്ലെങ്കിൽ ഇത് എത്ര വേർഡായിട്ടുള്ള കോൺസെപ്റ്റ് ആണെന്ന് തോന്നാം. പക്ഷേ അതിനൊരു കാരണമുണ്ട്. ഇന്ത്യ പാകിസ്ഥാന് നേരെ സൈനിക നീക്കം നടത്തിയാൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബോർഡറായ ഡുറാൻ ലൈനിലുള്ള പാകിസ്ഥാനി ഫോഴ്സിനെ പാകിസ്ഥാൻ ഗവൺമെന്റിന് ഇന്ത്യ ബോർഡറിലേക്ക് റീഡിപ്ലോയ് ചെയ്യേണ്ടി വരും. അങ്ങനെ റീഡിപ്ലോയ് ചെയ്യുമ്പോൾ ഡുറാൻ ലൈനിലുള്ള പാകിസ്ഥാനി ഫോഴ്സിന്റെ ശേഷിയും എണ്ണവും കുറയും. ഏകദേശം അതേ കാലയളവിലാണ് US ഫോഴ്സിന്റെ തോറാബോറ മലനിരകളിൽ ഒസാമ ബിൻ ലാദന് വേണ്ടിയുള്ള തിരച്ചിലും ആക്രമണവും നടന്നുകൊണ്ടിരുന്നത്. ബാറ്റിൽ ഓഫ് തോറാബോറ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കാണാൻ പറ്റും. അന്ന് US ഫോഴ്സ് തോറാബോറ മലനിരകളിൽ നടത്തിയ ആക്രമണത്തിന്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. അതേ തോറാബോറ മലനിരകളിലായിരുന്നു ആ സമയം ഒസാമ ബിൻ ലാദൻ ഒളിച്ചു കഴിഞ്ഞിരുന്നത്. പാകിസ്ഥാൻ തങ്ങളുടെ സേനയെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബോർഡറിൽ നിന്ന് മാറ്റി ഇന്ത്യൻ ബോർഡറിലേക്ക് മാറ്റിയാൽ അതുവഴി ഒസാമ ബിൻ ലാദനെ പാകിസ്ഥാനിലേക്ക് കടത്താമെന്നായിരുന്നു ISIയുടെ പ്ലാൻ. അതിൽ അവർ വിജയിച്ചു എന്നാണ് തോന്നുന്നത്. കാരണം അതിനുശേഷം ഒസാമ ബിൻ ലാദൻ പിടിയിലാകുന്നതും വധിക്കപ്പെടുന്നതും അബട്ടാബാദിൽ വെച്ചാണ്, പാകിസ്ഥാനിലെ അബട്ടാബാദിൽ വെച്ചാണ് വധിക്കപ്പെടുന്നത്. ഒസാമ ബിൻ ലാദനെ പാകിസ്ഥാനിലേക്ക് മാറ്റിയത് ഈ യുദ്ധനീക്കം, ഇന്ത്യയിൽ നിന്നുള്ള യുദ്ധനീക്കം ഉണ്ടായ സമയത്താണ് എന്നാണ് കരുതപ്പെടുന്നത്. മൈസൂരിൽ നിന്നുള്ള BJP MP പ്രതാപ് സിംഹ കൊടുത്ത പാസ് ഉപയോഗിച്ചാണ് D മനോരഞ്ജൻ എന്ന അതേ മണ്ഡലത്തിലുള്ള ഒരു വ്യക്തി പാർലമെന്റിലേക്ക് കയറിയത്. അയാളും കൂടെയുള്ള ആൾ UP കാരനാണ്. ഇവർ രണ്ടുപേരും കയറിയത് പ്രതാപ് സിൻഹ എന്ന BJP MP കൊടുത്ത പാസ് ഉപയോഗിച്ചിട്ടാണ്. ഇത്തവണത്തേത് പാർലമെന്റ് അറ്റാക്ക് എന്ന് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. കാരണം നിരുപദ്രവകരമായ
യെല്ലോ സ്മോക്കാണ് അവർ ഉപയോഗിച്ചത്. എന്നാലും പാർലമെന്റിലെ സുരക്ഷാ വീഴ്ച എത്രത്തോളം വലുതാണെന്ന് കാണിച്ചു തരാൻ അവർക്കായി. ഇപ്പോഴുള്ള പുതിയ പാർലമെന്റിന് മുൻപത്തെ പാർലമെന്റിനേക്കാൾ സുരക്ഷ കൂടുതലാണ്. ഇൻട്രൂഷൻ വളരെ ശക്തമായി പ്രതിരോധിക്കാൻ സാധിക്കും. സെക്യൂരിറ്റി ടൈറ്റൻ ചെയ്ത പാർലമെന്റാണ് എന്നൊക്കെയായിരുന്നു ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ അവകാശവാദം. അതെല്ലാം പൊളിച്ചടുക്കി കളഞ്ഞു ഈ ചെറിയൊരു ആക്രമണം. താനാശാഹി നഹി ചലേഗ, ഇതായിരുന്നു ആക്രമണകാരികൾ ഉയർത്തിയ സുപ്രധാന മുദ്രാവാക്യം. തൊഴിലില്ലായ്മയെ പറ്റിയും മറ്റ് പ്രശ്നങ്ങളെ പറ്റിയും ഭരണഘടനാ മൂല്യങ്ങൾ തകർക്കുന്നതിനെ പറ്റിയൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ടുള്ള മുദ്രാവാക്യം താനാശാഹി നഹി ചലേഗ എന്നതായിരുന്നു. താനാശാഹി നഹി ചലേഗ എന്ന് വെച്ചാൽ വി വിൽ നോട്ട് അലോ ഡിക്റ്റേറ്റർഷിപ്പ്, ഏകാധിപത്യം ഇവിടെ നടക്കില്ല, ഏകാധിപത്യ ഭരണം ഇവിടെ നടക്കില്ല എന്നായിരുന്നു അവർ പറഞ്ഞത്. ഈ 6 പേരും 6 സ്ഥലത്തുള്ളവരായിരുന്നു. ഇവർ ഏകോപിപ്പിച്ചത് കൊൽക്കത്തയിൽ നിന്നുള്ള ലളിത് ഝാ എന്നൊരാളായിരുന്നു. ലളിത് ഝായ്ക്ക് ഏകദേശം 25-നും 35-നും ഇടയ്ക്ക് പ്രായമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇവരെല്ലാം അറസ്റ്റിലായിട്ടുണ്ട്. പക്ഷേ ഇവരെല്ലാം ജീവിതത്തിന്റെ പല ശ്രേണികളിൽ നിന്ന് പല ജോലി ചെയ്യുന്ന വ്യക്തികളാണ്. ഒരു സ്ത്രീയാണ്, ബാക്കി 5 പേർ ആണുങ്ങളാണ്. ഈ വനിത മുമ്പ് കിസാൻ റാലിയിലും പങ്കെടുത്തു എന്നാണ് BJP പറയുന്നത്. ഇപ്പം ഈ ഒരു സംഭവത്തെ പൊളിറ്റിക്കലി എങ്ങനെ മൈലേജ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ പൊളിറ്റിക്കലി എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ള ചിന്തയിലാണ് 2 കൂട്ടരും. അതിനുള്ള ശ്രമങ്ങളും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ 6 പേരും അറസ്റ്റിലായിട്ടുണ്ട്. ഇവർക്ക് UAPAയും ചാർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമായിരിക്കും. എന്ത് പഠിച്ചാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ മറന്നു പോകുമെന്നുള്ളതാണ് നമ്മളുടെ പ്രശ്നം. ഇപ്പോൾ ഈ അറ്റാക്ക് കഴിഞ്ഞത് കൊണ്ട് കുറച്ച് ദിവസത്തേക്ക് സന്ദർശകർക്ക് വിലക്കുണ്ടാവും. അഥവാ സന്ദർശകരെ അനുവദിച്ചാലും അവരുടെ ഷൂ അടക്കം അഴിച്ച് പരിശോധിച്ചിട്ടായിരിക്കും അവർക്ക് അകത്തേക്കുള്ള എൻട്രി കൊടുക്കുക. MP മാർ പാസ് കൊടുക്കുന്നത് കുറയ്ക്കും. കൊടുത്താലും അടുപ്പമുള്ള അത്രയും വേണ്ടപ്പെട്ട അത്ര അറിയുന്നവർക്ക് മാത്രം കൊടുക്കും. സന്ദർശക ഗാലറിയിൽ കൂടുതൽ പോലീസുകാരെ ചിലപ്പോൾ ഏർപ്പെടുത്താം. അവർ കൂടെ ചെക്കിംഗ് നടത്താം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുറച്ച് ദിവസത്തേക്കെങ്കിലും ഉണ്ടാവും. എന്തായാലും ഈ ചെറിയ ഗ്രൂപ്പ്, ഈ 6 പേരുടെ ഗ്രൂപ്പ് എന്നാണ് നമ്മൾ കരുതുന്നത്. ഇതിൽ കൂടുതൽ പേരുണ്ടോ എന്ന് വരും കാലങ്ങളിൽ അറിയാൻ പറ്റും. ഈ ഗ്രൂപ്പ് നടത്തിയ ആക്രമണം വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന പാർലമെന്റിന്റെ സുരക്ഷ എത്രത്തോളം വീക്കാണെന്ന് നമുക്ക് കാണിച്ചു തരുന്നു. സന്ദർശക ഗാലറിയിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും നടുത്തളത്തിലേക്ക് എടുത്ത് ചാടാം എന്നത് തന്നെ വളരെ വലിയൊരു പോരായ്മയാണ്. ഇങ്ങനെയുള്ള എൻട്രി തടയുന്നതിന് വേണ്ടി ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് പോലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നത് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. പുതിയ സെക്യൂരിറ്റി സിസ്റ്റംസും വരുന്നുണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു.